ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് 10,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ അച്ചടിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ട്. 1 കോടി വീതം മൂല്യമുള്ള 10,000 ബോണ്ട് അച്ചടിക്കാനായിരുന്നു നിർദ്ദേശം. സുപ്രീം കോടതി ബോണ്ടുകൾ റദ്ദാക്കിയതോടെ കേന്ദ്ര നീക്കം പാളി. വൻ അഴിമതിയാണ് സിപിഎമ്മിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധിയോടെ ഇല്ലാതായത്. ഫെബ്രുവരി 15-നാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഉത്തരവിന് 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 10,000 ബോണ്ടുകൾ അച്ചടിക്കാൻ നാസിക് പ്രസിന് നിർദ്ദേശം നൽകി. 1 കോടി വീതം മൂല്യമുള്ള 10,000 ബോണ്ട് അച്ചടിക്കാനായിരുന്നു നിർദ്ദേശം. എന്നാൽ കോടതി ഉത്തരവോടെ എല്ലാ നീക്കവും പാളി. കോർപ്പറേറ്റുകളിൽ നിന്നും കോടികൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് സുപ്രീം കോടതി ഇടപെടലോടെ ഇല്ലാതായത്. വിവരാവകാശ രേഖകൾ പ്രകാരം ഫെബ്രുവരി 21-ന് 8,350 കടപ്പത്രങ്ങൾ അച്ചടിച്ച് നാസിക് പ്രസ് SBIക്ക് കൈമാറിയതായും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അച്ചടിക്കാനുള്ള നിർദ്ദേശം എന്ന് നൽകിയെന്ന് RTI വ്യക്തമാക്കുന്നില്ല. 8,350 കോടിക്ക് പുറമെയാണ് 10,000 കോടിയുടെ ബോണ്ടുകൾ കൂടി അച്ചടിക്കാൻ നിർദ്ദേശം നൽകിയതെങ്കിൽ അഴിമതിയുടെ സംഖ്യ 18,000 കോടി കവിയുമായിരുന്നു. സുപ്രീം കോടതി വിധി വന്നതോടെ ബാക്കി കടപ്പത്രങ്ങൾ അച്ചടിച്ചില്ല. 22,217 ഇലക്ട്രൽ ബോണ്ടുകൾ കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇറക്കിയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 12,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കിയപ്പോൾ 8,451 കോടി രൂപയും ചെന്നെത്തിയത് BJPയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് അടുത്തോടെ വീണ്ടും ബോണ്ടുകൾ വഴി കോടികൾ സമാഹരിക്കാനുള്ള നീക്കമാണ് CPIM നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഉത്തരവോടെ ഇല്ലാതായത്. കൈരളി ന്യൂസ്, ദില്ലി.